കേരളത്തിന്റെ സകല വികസന പ്രോജക്റ്റുകളും നമ്മൾ എണ്ണി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഫോ പാർക്ക്, കൊച്ചി മെട്രോ, വിഴിഞ്ഞം ടെർമിനൽ, ഇതെല്ലാം തന്നെ നടപ്പാക്കിയത് കോൺഗ്രസ് ആണ്, UDF ആണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്. LDFനെ നമ്മൾ ഒരു വികസന വിരോധികളായിട്ടാണ് നോക്കിക്കാണുന്നത്. ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? ഓരോ ഡെവലപ്മെന്റ് പ്രോജക്റ്റും നടത്തിയതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? അതെ അതെ ഈ നമ്മുടെ നാട്ടില് ഇപ്പൊ എല്ലാ ഇലക്ഷനും വരുമ്പോ പൊതുവെ കോൺഗ്രസ്സുകാർ UDF ചോദിക്കാറുള്ളതാണ്, നിങ്ങൾ കൊണ്ടുവന്ന മെഗാ പ്രൊജക്ട് എന്താണെന്നുള്ളത്. അപ്പൊ അതിന് മറുപടി പറയുമ്പോൾ പലപ്പോഴും തിരിച്ചിങ്ങോട്ട് കിട്ടാറുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്, എന്ന് പിന്നെ സമ്മതിച്ചു, പരശുരാമൻ മഴ എറിഞ്ഞ് ഉണ്ടാക്കിയതിന് പകരം നിങ്ങൾ മഴ എറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്ന്. സത്യത്തില് കേരളത്തിന് അങ്ങനെ ഒരു പരശുരാമൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഭരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളാണ്. അതിപ്പോ ഏറ്റവും ആദ്യം EMS സർക്കാർ മുതൽ തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ അവകാശ നിയമം, ലാൻഡ് റിഫോർമേഷൻ ബില്ല് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ നിന്നാണ് കേരളത്തിന് ഇന്ന് കാണുന്ന കേരളമായിട്ട് മാറ്റിയിട്ടുള്ളത്. ഇപ്പൊ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്, കേരളം ഫോം ചെയ്യുന്ന സമയത്ത് കേരളം ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു. അവിടുന്ന് ഇന്നിപ്പോ നമ്മൾ കാണുന്ന എല്ലാ സൂചികകളിലും മുന്നിൽ നിൽക്കുന്ന കേരളം ഉണ്ടായിട്ടുള്ളത് അന്ന് മുതലേ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിലാണ് കേരളം ഡെവലപ്പ് ആയിട്ടുള്ളത്. അതിൽ മാറി മാറി വന്നിട്ടുള്ള UDF സർക്കാരുകൾ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. ഇപ്പോ നമ്മൾ ഈ പറയുന്ന ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കൊച്ചി എയർപോർട്ട്. കൊച്ചി എയർപോർട്ട് എന്നുള്ളത് കരുണാകരൻ കൊണ്ടുവന്നതാണ്. അതിനെതിരെ S ശർമ്മ സമരം ചെയ്തു. എന്റെ നെഞ്ചത്തെ കൂടെയാണ് വിമാനം ഇറക്കാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പൊതു നെഗറ്റീവ്. പക്ഷേ അതാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. അപ്പൊ കൊച്ചി എയർപോർട്ടിന്റെ കാര്യത്തില് കരുണാകരന് വലിയ പങ്കുണ്ട്, അതിനകത്തൊരു തർക്കമില്ല. 1990 ആണ്, അതായത് നയനാർ സർക്കാരിന്റെ അവസാന സമയത്താണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നത്. 91 കരുണാകരൻ വരുമ്പോ കരുണാകരനാണ് ആ പ്രൊജക്ട് ഓൺ ചെയ്യുന്നത്, അതിന്റെ DPR റെഡിയാക്കുന്നതും അത് PPP മോഡലിൽ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നതൊക്കെ കരുണാകരൻ തന്നെയാണ്. പക്ഷെ 96 കരുണാകരൻ സർക്കാർ അവസാനിക്കുന്ന സമയത്ത് അതിന്റെ ഭൂമി ഏറ്റെടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയായിരുന്നു. ഈ ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ്. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്താണെങ്കിലും നമുക്ക് ഇത്രയും ലിമിറ്റഡ് ലാൻഡ് റിസോഴ്സ് ഉള്ള ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പൊ അതില് ആ സർക്കാർ ആളുകളെ വിശ്വാസത്തിലെടുത്ത് ഭൂമി ഏറ്റെടുക്കാനായിട്ട് ഒരു ഫെയിലിയർ ആയിരുന്നു. അപ്പൊ അതിനെതിരെ ഒത്തിരി ജനകീയ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രദേശത്തെ പ്രധാന നേതാവ് എന്ന നിലയ്ക്ക് ശർമ്മയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പോ അതിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മള് ഒരു കവല പ്രസംഗം നടക്കുമ്പോൾ നമ്മൾ പല ഡയലോഗുകളും പറയും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു ഡയലോഗാണ്. അതെ വൈകാരികമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഇപ്പൊ ഭൂമി നഷ്ടപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇപ്പൊ ഈ 2001 പിണറായി സർക്കാർ വന്നത് മുതലാണ് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആളുകൾക്ക് ഒത്തിരി പൈസ കൊടുക്കുക എന്നുള്ള ഒരു സ്കീം വന്നത്. അതിനു മുൻപ് ഏറെക്കുറെ ബലമായിട്ടാണ് ആൾക്കാർ ഇന്ന് ഭൂമി ഏറ്റെടുക്കുക. അവർക്ക് കാര്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഒന്നും കൊടുക്കില്ല. അപ്പൊ ആ നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ ആളുകൾ തെരുവിലിറങ്ങി ശക്തമായിട്ടുള്ള സമരം ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ശർമ്മ സംസാരിക്കുക, അല്ലെങ്കിൽ LDF ഇതിനെതിരെ CPM ഇതിനെതിരെ സമരം ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇപ്പൊ നമ്മൾ കൊച്ചി എയർപോർട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 1200 ഏക്കർ ഭൂമിയാണ് ഇതിനു വേണ്ടിയിട്ട് തുടക്കത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. ഏകദേശം ഇപ്പൊ നമ്മൾ കൊച്ചി എയർപോർട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 1200 ഏക്കർ ഭൂമി 1300 1400 ലാൻഡ് ഓണേഴ്സിൽ നിന്നായിട്ട് ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നു. 1000-ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പൊ അതിനൊന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള പാക്കേജ് കരുണാകരൻ സർക്കാരിന്റെ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിനെതിരെയാണ് ആ സമരങ്ങൾ നടന്നിട്ടുള്ളത്. പിന്നീട് 96 നയനാർ സർക്കാർ വരുമ്പോഴാണ് ഈ ആളുകളെ കൂടെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള ഒരു നഷ്ടപരിഹാരം കൊടുത്ത്, ഇപ്പൊ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് കുറെ ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു. പിന്നെ ഇവർക്ക് അവിടെ ടാക്സി പെർമിറ്റ്, അല്ലെങ്കിൽ എയർപോർട്ടിന്റെ അകത്ത് ജോലി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സ്കീമുകൾ കൊണ്ടുവന്നിട്ട് ആളുകളെ കൂടെ വിശ്വാസത്തിലെടുത്ത് ആ ഭൂമി ഏറ്റെടുക്കുന്നതും അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതും അത് ഓപ്പറേഷനിലാക്കുന്നതും നയനാർ സർക്കാരാണ്. ഓക്കെ, കരുണാകരൻ സർക്കാർ അത് നമ്മൾ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പൊ അതിന്റെ ഒരു ക്രോണോളജി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതാണ്. അതിന്റെ കൺസ്ട്രക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 97 മറ്റാണ്. അത് കഴിഞ്ഞ് 98 99 ആണ് അത് ഓപ്പറേഷനിലാവുന്നത്. അപ്പൊ ആ സമയത്ത് ഇവിടെ ഭരിക്കുന്ന കരുണാകരൻ സർക്കാരല്ലല്ലോ. പക്ഷെ അത് നമ്മൾ ഒരിക്കലും എവിടെയും പറഞ്ഞു കേൾക്കാറില്ല. ഇപ്പൊ കൊച്ചി മെട്രോയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അതെ കൊച്ചി മെട്രോയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ 2006 2005 6 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഇങ്ങനെ ഒരു പ്രൊജക്ട് വന്നു. അതിനു മുമ്പേ 99 98
കരുണാകരന്റെ സമയത്ത് ഇവിടെ ഒരു റാപ്പിഡ് റെയിൽ സിസ്റ്റം കൊച്ചിക്ക് വേണം എന്നുള്ള ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു മെട്രോ റെയിൽ എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരുന്നത് ഒന്നാമത്തെ ഉമ്മൻചാണ്ടി ആ സർക്കാരിന്റെ സമയത്തുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലാണ്, 2005-2006 അതിന് പിന്നെ ഒരു മെട്രോ റെയിൽ എന്നുള്ളൊരു ഫോമിലേക്ക് കൊണ്ടുവരുന്നത് അച്യുതാനന്ദൻ സർക്കാരിന്റെ സമയത്ത് 2006-2007 അതിന്റെ DPR റെഡി ആവുന്നതും കേന്ദ്രത്തിലേക്ക് അപ്രൂവലിന് കൊടുക്കുന്നതും. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. അവർ ആ അപ്രൂവൽ നിഷേധിക്കുന്നു. അതിനുശേഷം സർക്കാർ കൊടുത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു നിരസിച്ചത്. അതിൽ അവർ പിന്നിൽ ഒരു രാഷ്ട്രീയം കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. കാരണം അതേ സമയത്ത് തന്നെയാണ് വിഴിഞ്ഞം പ്രോജക്ടിന്റെ DPR നമ്മൾ കൊടുക്കുന്നതും അന്ന് അതിന് അപ്രൂവല് നിരാകരിക്കുന്നതും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കേരളയിലിന് അതെ അതിന് അപ്രൂവൽ നിരാകരിച്ചു. ഇപ്പൊ അതേ എല്ലാ സർക്കാരുകളും ഇപ്പൊ അന്ന് കേന്ദ്രം ബി ജെ പി ഭരിക്കുന്ന സമയത്തും പണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും ഈ കാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമ്മളിപ്പോ സിൽവർ ലൈന് സത്യത്തില് അനുമതി നിഷേധിക്കാനായിട്ട് യാതൊരു കാരണവുമില്ല. കാരണം ഇന്ത്യ മുഴുവൻ ഒരു ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാകുക എന്നുള്ളത് കേരളത്തിന്റെ ഒരു സ്വാഭാവിക നീതിയാണ്. പക്ഷെ അവര് അനുമതി തരുന്നില്ല. അതിന് വളരെ ഫ്ലിംസി ആയിട്ടുള്ള കാരണങ്ങളാണ് അവർ പറയുന്നത്. പലപ്പോഴും കാരണങ്ങൾ പോലും പറയുന്നില്ല. അന്ന് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലും കൊച്ചി മെട്രോയുടെ കാര്യത്തിലും ഇങ്ങനെ അനുമതി നിഷേധിച്ചു. പിന്നീട് 2012 ജൂലൈ 3 മറ്റോ ആണെന്ന് തോന്നുന്നു കേന്ദ്ര സർക്കാർ അനുമതി തരുന്നുണ്ട്, മെട്രോ റെയിലിന് അനുമതി തരുന്നുണ്ട്. അപ്പൊ ഇതിന് ഭരണം മാറി ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. ഏകദേശം ഒരു വർഷം തികഞ്ഞ സമയത്ത് അവിടെ നിന്ന് അങ്ങോട്ട് 2 വർഷം ആ സർക്കാർ അതിനകത്ത് യാതൊരു നടപടികളും എടുത്തില്ല. അപ്പോഴാണ് പി രാജീവിന്റെ നേതൃത്വത്തില് ജസ്റ്റിസ് VR കൃഷ്ണയ്യരെയും കൂട്ടിയിട്ട് ഇതിനെതിരെ വലിയ സമരം നടക്കുന്നത്. അപ്പൊ കൊച്ചി മെട്രോയുടെ കാര്യത്തില് CPM സമരം ചെയ്തിട്ടുണ്ടോ, പി രാജീവ് സമരം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പദ്ധതി മുടക്കാൻ വേണ്ടിയിട്ടുള്ള സമരം ആയിരുന്നില്ല, ആ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളത് സമരമായിരുന്നു. ഇപ്പോ അത് DMRC അല്ല ഏൽപ്പിച്ചത് അല്ലെ? അതെ ഞാൻ അതാ പറഞ്ഞു വന്നത്. ഇപ്പോ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അവസാനം ഇത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത് ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കൺസോർഷ്യത്തിന് ഇത് കൊടുത്തിട്ടാണ്. അപ്പൊ അത് നമുക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അല്ല, അതിന്റെ പിന്നിലും അഴിമതി ഉണ്ടാവോ? തീർച്ചയായിട്ടും അഴിമതി ഉണ്ടാവുന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഇപ്പൊ നമ്മുടെ അടുത്ത് അതിനൊരു ഫാക്ച്വൽ എവിഡൻസ് ഒന്നും ഇല്ല. ഇപ്പൊ ഇവരുടെ അടുത്ത് നിന്ന് കോഴപ്പണം മേടിച്ചു എന്നുള്ളതിനൊന്നും നമുക്ക് ഫാക്ച്വൽ എവിഡൻസ് ഇല്ല. പക്ഷെ ഇവര് ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസോർഷ്യത്തിന് കൊടുക്കാൻ നോക്കി. ഇവിടെ DMRC പോലെ ഇതിനകത്ത് എക്സ്പെർട്ടൈസർ ആയിട്ടുള്ള ഈ ശ്രീധരനെ പോലെ നമ്മുടെ മലയാളി ആയിട്ടുള്ള ഒരാളുള്ള സമയത്ത് അത് അവർക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു തുടക്കം മുതൽ. കൊച്ചി മെട്രോ നമ്മൾ പ്ലാൻ ചെയ്തത് മുതൽ DMRCനെ കൊണ്ട് ഈ ശ്രീധരന്റെ മേൽനോട്ടത്തിൽ പണിയിക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ പൊടുന്നനെ ഒരു ദിവസം പോയിട്ട് ദുബായ് കൺസോർഷ്യമായിട്ട് കരാർ സൈൻ ചെയ്യുന്നത് അത് അഴിമതിയായിരിക്കണം എന്നുള്ളതാണ് നമുക്കൊരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കാൻ പറ്റുക. ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ്. നമ്മൾ 1991 മറ്റോ തുടങ്ങിയ പ്രപ്പോസലാണ് വിഴിഞ്ഞത്ത് തുറമുഖം വേണമെന്നുള്ളത്. അത് പിന്നെ DPRലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത് 2007-2008 അച്യുതാനന്ദൻ സർക്കാരിന്റെ സമയത്താണ്. അതിനും ഇതേപോലെ പല സെക്യൂരിറ്റി റീസൺസ് ഒക്കെ കാണിച്ചിട്ട് അന്ന് ആന്റണി ആയിരുന്നു പ്രതിരോധ മന്ത്രി. ആന്റണി നേരിട്ടാണ് ഇതിന്റെ അപ്രൂവൽസ് ഒക്കെ ക്യാൻസൽ ചെയ്യുന്നത്. അതിന് നമുക്ക് ഈ സർക്കാർ മാറി വന്നു, കോൺഗ്രസ് സർക്കാർ വരുന്ന സമയത്ത് ഇവിടെ അപ്രൂവൽ കൊടുക്കുന്നുണ്ട്. അപ്രൂവൽ കൊടുത്തിട്ട് ഇതിനെല്ലാം ചേർത്തിട്ട് ആന്റണി തന്നെ ആ സമയത്തുള്ള ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇവിടെ പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് നല്ലത് LDF സർക്കാരാണെന്ന് ആന്റണി പറയുന്നത്. ഈ പദ്ധതികളൊന്നും നടക്കാത്തതിലുള്ള ഒരു മടുപ്പിലാണ്. അതെ, ആന്റണി തന്നെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ക്ലിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ്. ഏകദേശം ഒരു 4 കൊല്ലം പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അവസാനമായി കഴിയുമ്പോ 2013 അപ്പൊ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലും ഇതേപോലെ LDF സമരം ചെയ്തിട്ടില്ലേ, CPM സമരം ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമരം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ മനുഷ്യ ചങ്ങല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ണിയായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ്. പക്ഷെ ആ പദ്ധതി നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞിട്ടല്ല, വിഴിഞ്ഞം പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കണം. ഇതിന്റെ അപ്രൂവൽസ് എല്ലാവരും കിട്ടിയിട്ടുണ്ട്, DPR അപ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇനി പണി തുടങ്ങണം. ഇത് നടപ്പിലാക്കാനായിട്ട് ഒരു കരാർ കമ്പനിയെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രൊജക്റ്റിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്യുന്നത്. അപ്പോ വിഴിഞ്ഞം പദ്ധതി നമ്മൾ LDFന്റെ ഒരു പ്ലാൻ, ഇടതുപക്ഷത്തിന്റെ ഒരു പ്ലാൻ, ഇപ്പോ നമ്മുടെ കൊച്ചി എയർപോർട്ടൊക്കെ പോലെ ഒരു PPP മോഡലിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഉമ്മൻചാണ്ടി പോയിട്ട് അദാനിയായിട്ട് കരാർ ഒപ്പിടുകയാണ്. അപ്പൊ ആ കരാർ എന്ന് പറയുന്നത് വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു കരാറാണ്.
എല്ലാ രീതിക്കും ഇപ്പൊ കേരളത്തിന്റെ ഒരു പൊതു സ്വത്ത് എന്ന് പറയാവുന്ന നാച്ചുറലി ഇത്രയും ഡെപ്ത് ഉള്ള ഒരു തുറമുഖം. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് മുഴുവൻ കിട്ടുന്നത് കേരളത്തിനാണ്. അതിനു പകരം അദാനിക്ക് ഇപ്പൊ അന്ന് ഒപ്പിട്ട മുഴുവൻ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് മുഴുവൻ നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കും. ഇതിന്റെ ഏകദേശം 60% തുക നമ്മൾ വഹിക്കും. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സാധാരണ VGF വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം പലിശരഹിതമായിട്ട് കൊടുക്കുന്ന ഇതാണ്. പലിശരഹിതം എന്നുള്ളതല്ല, ആ ഫണ്ട് തന്നെ കൊടുക്കുന്നതാണ്. അപ്പൊ അതിനു പകരം കേന്ദ്രമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ കരാർ നമ്മൾ ഈ VGFന് നമ്മൾ കൊള്ള പലിശ അങ്ങോട്ട് കൊടുക്കും, മാർക്കറ്റ് റേറ്റിനേക്കാളും മുകളിലുള്ള പലിശ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കരാറുണ്ടാക്കുന്നു. വേറെ ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഈ കൺസ്ട്രക്ഷൻ ഏതെങ്കിലും രീതിയിൽ ഡിലേ ആയി കഴിഞ്ഞാൽ അദാനിക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്നുള്ളത് പറയുന്നു. ഇപ്പൊ അതൊക്കെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ കേരളത്തിൽ ഇപ്പോഴാണ് നമ്മൾ പിന്നെ സമയബന്ധിതമായിട്ട് ഇപ്പൊ വയനാടൊക്കെ നമ്മൾ ഒരു മാസം പദ്ധതി വൈകി എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാതെ അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. അതിപ്പോ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംസ്കാരമാണ് ഗവൺമെന്റ് പ്രൊജക്ടുകൾ സമയത്തിന് തീരുക എന്നുള്ളത്. മറ്റേത് നമ്മൾ ആരംഭിക്കുന്ന ഒരു ഡേറ്റ് പറയുന്നു, എന്നെങ്കിലും തീരും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗവൺമെന്റ് പ്രൊജക്ട്സ് നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഉമ്മൻചാണ്ടി പോയിട്ട് അദാനിയായിട്ട് കരാറപ്പെടുന്നത് 2019 ഈ പദ്ധതി തീർന്നില്ലെങ്കിൽ അതിന് ഉള്ള പിഴ ഞങ്ങൾ അങ്ങോട്ട് അടയ്ക്കും എന്ന് പറഞ്ഞിട്ട് 2034 മുതൽ എല്ലാ വർഷവും ഓരോ ശതമാനം ലാഭവിഹിതം കേരളത്തിന് ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ 2084 2044 പദ്ധതി പൂർത്തിയാവുക. 2084 നമുക്ക് ഇതിന്റെ ഈ വിഴിഞ്ഞം പോർട്ട് എന്നുള്ളത് കേരളത്തിന്റെ സ്വന്തമാകാൻ പോകുന്നത് 2084 അന്ന് ഒപ്പിട്ട കരാർ വെച്ചിട്ട്. ഇപ്പൊ പിണറായി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ പക്ഷേ ഇതിനകത്ത് നെഗോസിയേഷൻസ് നടന്നു. ഒപ്പിട്ട ഒരു കരാറിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും, ഭയങ്കര റിസ്കി ആയിരിക്കും. അത് കോടതി കയറും, പദ്ധതി തന്നെ ഇല്ലാതായി പോകും. പിന്നെ ഈ പറഞ്ഞ ഒരു ബിസിനസ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവും. ഓൾറെഡി നമുക്ക് അതിനകത്ത് വലിയ ചിറ്റപ്പേരുള്ളതാണ്. അപ്പൊ അതിനകത്ത് ചില അമെന്റ്മെന്റ്സ് വരുത്തുന്നു. നമ്മൾ ഇതിന്റെ പദ്ധതി 2028 ആവുമ്പോഴത്തേക്കും പൂർത്തിയാക്കാം എന്നുള്ളത്. 2044 ഫേസ് 3 പൂർത്തീകരണമായിട്ട് ആദ്യം പ്ലാൻ ചെയ്യുന്നത്. അത് 2028 മാറ്റുന്നു. ഈ നിപ്പ, ഓക്കി, പ്രളയമൊക്കെ വഴിയായിട്ട് ഈ കരാർ സ്വാഭാവികമായിട്ടും നീണ്ടുപോയിരുന്നു, ഇതിന്റെ കൺസ്ട്രക്ഷൻ നീണ്ടുപോയിരുന്നു. അപ്പൊ അതിനകത്ത് കൊടുക്കേണ്ട വലിയ ഭീമമായിട്ടുള്ള പിഴ നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് ഒഴിവാക്കിയെടുക്കുന്നു. 2034 മുതൽ തന്നെ നമുക്കൊരു ശതമാനം ലാഭം കിട്ടിത്തുടങ്ങും 2068 കൂടിയിട്ട്. കാരണം 28 പദ്ധതി തീരുമ്പോൾ പിന്നെ അവിടെ നിന്ന് തൊട്ടുള്ള 40 വർഷം 2068 പദ്ധതി നമ്മുടെ സ്വന്തമാവുന്നുള്ള രീതിയിൽ നമ്മൾ കരാർ മാറ്റിയെഴുതുന്നു. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ആദ്യത്തെ കരാർ വെച്ചിട്ടാണെങ്കിൽ ഈ 2084 നമുക്ക് പദ്ധതി പൂർത്തിയാകുമ്പോൾ നമുക്ക് കിട്ടുമായിരുന്ന ഈ വിഴിഞ്ഞത്തു നിന്ന് കിട്ടുമായിരുന്ന ലാഭം ഏകദേശം 6000 കോടി രൂപയാണ്. പുതിയ കരാർ അനുസരിച്ച് 2068 ആകുമ്പോഴത്തേക്ക് നമുക്ക് 40,000 കോടി രൂപ ലാഭം കിട്ടും, അല്ലെങ്കിൽ അതിന്റെ ലാഭവിഹിതം കിട്ടും. ഈ ഇതിന് ഏകദേശം എത്രയാണ്, ഒരു 16 വർഷം മുൻപ് പദ്ധതി നമ്മുടെ സ്വന്തമാവും. അതാണ് ഇതിന്റെ ഈ രണ്ട് സർക്കാരുകൾ ചെയ്തിട്ടുള്ള കരാറിന്റെ വ്യത്യാസം. പക്ഷെ ഇത് നേരെ മറിച്ച് ഇത് നമ്മളിപ്പോ കൊച്ചി എയർപോർട്ട് പോലെ കേരളത്തിന് സ്വന്തമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇപ്പൊ മുതലേ നമുക്ക് അതിന്റെ ലാഭം കിട്ടിത്തുടങ്ങിയേനെ. ഇപ്പൊ അത് പറയുമ്പോൾ തന്നെ നമുക്ക് സമ്മതിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള അദാനി ഇൻവോൾവ്മെന്റ് ഒരു നല്ല ഐഡിയ ആണ് കേട്ടോ. കാരണം ഇപ്പൊ കേന്ദ്രത്തിൽ നിന്നുള്ള നമുക്ക് അനുമതികൾ കിട്ടുന്നതും അല്ലെങ്കിൽ ഇപ്പൊ പോർട്ട് നടത്തി അവർക്ക് പരിചയം ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അദാനിയായിട്ടുള്ള കരാറിന്റെ നമുക്ക് ഒരു ഗുണവും ഇല്ല എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ അപ്പൊ പോലും നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്വത്ത് കൊണ്ടുപോയിട്ട് അദാനിക്ക് നമ്മൾ അടിയറ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതെല്ലാമാണ് ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം അല്ലെ? അതെ. പക്ഷെ ഇതൊന്നും നമ്മൾ ഒരിക്കലും പറഞ്ഞു കേൾക്കാറില്ല. ഇപ്പൊ ഈ 2 സമരങ്ങൾ തന്നെ എത്ര തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് നമ്മൾ പറഞ്ഞു കേൾക്കാറ്. ഇപ്പൊ 3 സമരങ്ങൾ, ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ പേരിലാണെങ്കിലും കൊച്ചി മെട്രോയുടെ കാര്യത്തിലാണെങ്കിലും കൊച്ചി എയർപോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും. അതേപോലെ ഇപ്പൊ വിഴിഞ്ഞം പ്രൊജക്ടിന്റെ സമയത്ത് UDF ഒരു സമരം നടത്തിയിട്ടുണ്ട്. LDF ആ പദ്ധതി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് സമരം നടത്തിയെങ്കിൽ UDF തുടങ്ങിയ സമരമല്ല, അന്ന് അവിടെയുള്ള ലത്തീൻ സഭ ഉൾപ്പെടെയുള്ള സഭകള് ഈ വിഴിഞ്ഞം പ്രൊജക്ടിന്റെ കാര്യത്തിൽ ഒരു 7 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് സമരം തുടങ്ങുന്നുണ്ട്. അപ്പൊ ആ 7 ആവശ്യങ്ങളിൽ ആദ്യത്തെ 6 ആവശ്യങ്ങൾ പുനരധിവാസം വേണം, അവിടുത്തെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന്റെ ഇത് വേണം, ഈ കോസ്റ്റൽ എറോഷനെതിരെ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ആദ്യത്തെ 6 ആവശ്യങ്ങൾ.
ആ 6 ആവശ്യങ്ങളും സമരം പ്രഖ്യാപിച്ച് അടുത്ത മണിക്കൂറിൽ തന്നെ സർക്കാർ അംഗീകരിച്ചു. ഒരു പ്രഷറും ഇല്ലാതെ തന്നെ അത് അംഗീകരിച്ചു. 7ാമത്തെ ആവശ്യം ഈ പദ്ധതി നിർത്തിവെക്കണം, പദ്ധതി ഉപേക്ഷിക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ അത് പറ്റില്ല എന്നുള്ളത് സർക്കാർ ആദ്യമേ ആ, ഈ ആദ്യത്തെ 6 ആവശ്യങ്ങൾ അംഗീകരിച്ച അതേ കൂട്ടത്തിൽ തന്നെ സർക്കാർ ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതും പറഞ്ഞു. പറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടും പക്ഷേ വി.ഡി. സതീശൻ അവിടെ പോയിട്ട് സമരം ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് തീർത്ത് കട്ടായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിഴിഞ്ഞ സമരം എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ഈ വി.ഡി. സതീശന്റെ സ്റ്റേറ്റ്മെന്റോ അവരെ അന്ന് അവിടെ നടത്തിയ സമരത്തിന്റെ ആവശ്യമോ നമ്മൾ പറയില്ല.